എക്കാലത്തെയും മികച്ച എഴുത്തുകാരിലും ദൈവശാസ്ത്ര പാരംഗതന്മാരിലും ഒരാളാണ് വിശുദ്ധ തോമസ് അക്വീനാസിനെ കത്തോലിക്ക സഭ പരിഗണിച്ചു വരുന്നത്. ലോകമെങ്ങും പ്രസിദ്ധിയാർജിച്ച ഈ വിശുദ്ധൻ്റെ പ്രാർത്ഥനാപൂർവവും എളിമയുമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. നിഷ്കളങ്കതയും നന്മയും ചെയ്യുന്ന മുന്നേറിയ അനശ്വര വ്യക്തിത്വമായിരുന്നു വിശുദ്ധൻ്റേത്. വാക്കുകളിൽ എളിമയും മിതത്വവും പ്രവൃത്തിയിൽ ദൈവവും വിശുദ്ധൻ പാലിച്ചിരുന്നു. തോമസ് അക്വീനാസിൻ്റെ ഹൃദയവിശുദ്ധി അദ്ദേഹത്തിൻ്റെ മുഖത്തും ദർശിക്കാൻ കഴിയുമായിരുന്നു. നിർധനന്മാരോടും ആലംബഹീനരോടും കാണിച്ച അദ്ദേഹത്തിൻ്റെ കാരുണ്യം എല്ലാവർക്കും പ്രചോദനമാണ്. മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിൽ അദ്ദേഹം അതിയായ സന്തോഷം കണ്ടെത്തിയിരുന്നു. വിശുദ്ധൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സഹചാരിയും കുമ്പസാരിയുമായിരുന്ന വൈദികൻ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: ഒരു 5 വയസ്സുകാരൻ്റെ നിഷ്കളങ്കതയോടു കൂടിയാണ് ഞാൻ വിശുദ്ധനെ കണ്ടിട്ടുള്ളത്. തൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന ശാരീരികമായ ഒരു പ്രലോഭനത്തിലും വിശുദ്ധൻ വഴപ്പെട്ടിരുന്നില്ല. മാനുഷികമായ ഒരു പാപവും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയിരുന്നില്ല. 50-ാമത്തെ വയസ്സിലാണ് വിശുദ്ധൻ അക്വീനാസ് മരിച്ചത്. ഈ വിശുദ്ധനെ വിദ്യാലയങ്ങളുടെയും ദൈവശാസ്ത്രത്തിൻ്റെയും മധ്യസ്ഥ സഹായിയായി കണക്കാക്കുന്നു.